മാതാവേ, സീതേ, രാമ, നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഇപ്പോൾ വന്നതേയുള്ളൂ മാതാവേ. അവിടുന്ന് ധ്യാനത്തിലായിരുന്നതിനാൽ അല്പം കാത്തുനിന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ധ്യാനത്തിലിരുന്നത്. നിങ്ങൾ വന്ന ഉടനെ എന്നെ വിളിക്കാമായിരുന്നല്ലോ. അതിനു മുമ്പ് മാതാവ് ഞങ്ങളെ ആശീർവദിച്ചാലും. ഈ മാതാവിന്റെ ആശീർവാദം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. സീത, രാമ, നാളെ നിന്റെ പിതാവ് നിന്നെ ഈ നാടിന്റെ മഹാരാജാവായി പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. എന്റെ പൊന്നു മക്കളെ, ഭൂമിയും ആകാശവും നിങ്ങളെ പുകഴ്ത്തുന്ന രീതിയിൽ അനശ്വരമായ പ്രശസ്തിയോടെ യുഗയുഗാന്തരങ്ങൾ ജീവിക്കട്ടെ. പുത്ര, നിനക്ക് ധർമ്മം എന്തെന്നറിയാം. സത്യത്തെ വിസ്മരിക്കാത്തവനാണ്. രാഷ്ട്രീയ വ്യാകരണങ്ങളെല്ലാം തന്നെ മനഃപ്പാടമാക്കിയവനാണ്. നിന്നോട് ഞാൻ ഒന്നും കൂടുതലായി പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു മാതാവെന്ന നിലയിൽ പറയുകയാണ്. പറഞ്ഞാലും മാതാവേ. രാമ, നീ പിറന്ന ഈ സൂര്യവംശത്തിലെ രാജാക്കന്മാർ ഓരോരുത്തരും അവർ ജീവിച്ചിരുന്നതിന്റെ മുദ്രകളെല്ലാം ഈ വംശത്തിൽ പതിച്ചു വച്ചിട്ടാണ് പോയിരിക്കുന്നത്. വൈവസ്ത മനുവാൽ വിവിധ മന്ത്രങ്ങൾ കൈവന്നു. മന്ധാതാവാൽ നീതിശാസ്ത്രങ്ങൾ അപലപിച്ചു. ഭരതർ മുഖേനയാണ് ഈ ആര്യവംശത്തിന്റെ പേര് തന്നെ ഭരതകാണ്ഡമെന്ന് മാറിയത്. സാഗരപുത്രന്മാരാൽ സാഗരം ഉത്ഭവിച്ചു. ഭഗീരഥനാൽ ഗംഗ ഭൂലോകത്തേക്ക് വന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് നിന്റെ പിതാവ് രാക്ഷസനായ ചമ്പകാസുരനെ വധിച്ച് ഇന്ദ്രന്റെ പ്രീതി നേടി ഇന്നുവരെ ഒരു കുറവുമില്ലാതെ ഈ നാട് ഭരിച്ചു പോരുകയാണ്. അദ്ദേഹത്തെപ്പോലെ നീയും നിന്റെ ഭരണകാലത്ത് സ്നേഹത്തോടെ പ്രജകളെ കാത്തുരക്ഷിച്ച് നിന്റെ കടമകളെല്ലാം ചെയ്ത് അനശ്വരമായ ബഹുമതികൾ പ്രാപ്തമാക്കണം. രാമചന്ദ്ര, വന്നാലും മാതാവേ, എന്റെ ചെറിയമ്മയുടെ തൃപ്പാദങ്ങളെ ഞാൻ വിനയപൂർവ്വം വണങ്ങുകയാണ്. രാമ, അയോധ്യയുടെ ചക്രവർത്തിയാകാൻ പോകുന്ന ശ്രീരാമചന്ദ്രന് എന്റെ എല്ലാ അനുഗ്രഹാശിസുകളും ഉണ്ടാകും. സഹോദരനെ സഹോദരൻ വാഴ്ത്തുന്നത് ഭംഗിയല്ല. ആയതിനാൽ നാളത്തെ അയോധ്യ ചക്രവർത്തിക്ക് എന്റെ സ്നേഹോഷ്മളമായ പ്രണാമങ്ങൾ. മാതാവിന്റെ മനം നിറഞ്ഞ അനുഗ്രഹാശിസുകളും മനസ്സിന് കുളിർമയേകുന്ന അനുജൻ ലക്ഷ്മണന്റെ പ്രണാമവും ഞാൻ അതിയായ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. സുമിത്രേ, നിനക്ക് രാമന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ചുള്ള വാർത്ത? സുമന്ത്രനാണ് വന്ന് പറഞ്ഞത്. അത് കേട്ടെന്റെ മനസ്സ് നിറഞ്ഞു. അതേസമയം തന്റെ ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ലക്ഷ്മണനും ഓടി വന്ന് എന്നോട് പറഞ്ഞു. ഉടനെ രാമന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടി തിടുക്കത്തിൽ വന്നതാണ്. ഈ ശുഭനേരത്തിൽ ഭരതനും ശത്രുഘ്നനും ഇവിടെ ഇല്ലല്ലോന്നോർക്കുമ്പോ മനോവ്യഥയുണ്ട്. ഞാൻ എന്റെ സഹോദരങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ഈ രാജഭരണം ഏറ്റെടുക്കുന്നത്. ജ്യേഷ്ഠ, അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? ലക്ഷ്മണ, ഒരു രഥത്തിന് 4 ചക്രങ്ങളെന്ന പോലെ ഒരു നാടിനെ നിയന്ത്രിക്കാൻ വീരം, വിവേകം, ഭരണനൈപുണ്യം, ശാസ്ത്രജ്ഞാനം മുതലായ 4 വകയിലുമുള്ള ഗുണങ്ങൾ പിന്തുണയ്ക്കേണ്ടതുമാണ്. വീരത്തിന് നീ കൂടെയുണ്ടല്ലോ. വിവേകത്തിനും ഭരണനൈപുണ്യത്തിനും അനുജൻ ഭരതനുണ്ട്. ശാസ്ത്രജ്ഞാനത്തിനും ശത്രുക്കളെ നേരിടുന്നതിനും അനുജൻ ശത്രുഘ്നനുമുണ്ട്. നിങ്ങൾ മൂവരുടെയും കഴിവുകളെ ഈ ത്രിലോകങ്ങളും അറിഞ്ഞിരിക്കേണ്ടതല്ലയോ? അവയെ വെളിപ്പെടുത്തുവാനായിട്ടാണ് നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ ഈ രാജഭരണം ഏറ്റെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ജ്യേഷ്ഠ, ഞങ്ങൾ മൂവരും ശ്രീരാമചന്ദ്രൻ എന്ന ആൽമരത്തിന്റെ ഇലകളാണ്. ഇലകൾക്ക് മരമാണ് ആശ്രയമെന്നതിലുപരി മരത്തിന്റെ വേരാകുവാൻ ഇലകൾക്ക് സാധിക്കില്ല. ലക്ഷ്മണ, നിനക്ക് എന്നോടുള്ള മമത കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ കഴിവുകൾ ലോകമറിയുന്ന കാലം ശീഘ്രമാഗതമാകും. അപ്പോൾ നിങ്ങൾ ഇലകളാണോ വേരുകളാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. എങ്കിൽ ശരി, ഞാൻ ചെന്ന് കൈകേയി മാതാവിന്റെ അനുഗ്രഹം നേടിയിട്ട് വരാം. രാമ, കൈകേയി ദേവിയുടെ മനസ്സ്
എപ്പോഴും നിന്നെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ആയതിനാൽ അവളെ ഇപ്പോൾ തന്നെ പോയി കാണണമെന്നതിന്റെ ആവശ്യകതയില്ല. ആദ്യം നമ്മുടെ കുലഗുരു വസിഷ്ഠനെയും ഞങ്ങളുടെ 3 പേരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളെ വളർത്തിയ അരുന്ധതി ദേവിയുടെയും അരികിലേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങിയാലും. അതേ രാമ, ഗുരുപത്നിയായ അരുന്ധതി ദേവിയുടെ അനുഗ്രഹം ഈ ലോകം മുഴുവനും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. സ്വാമി, അങ്ങ് അരമനയിലേക്ക് വന്നതു മുതൽ അങ്ങ് ചിന്തയിലാണ്ടിരിക്കുകയാണല്ലോ. എന്താ കാരണം? അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അല്ല, ഈ സമയം ആശ്രമത്തിലായിരുന്നെങ്കിൽ ധ്യാനിച്ചിരിക്കുമായിരുന്നു. അതിനുശേഷം പരിശീലന മുറകളെക്കുറിച്ച് എന്നോട് വാതോരാതെ സംസാരിക്കുമായിരുന്നു. അതിനുശേഷം ശാസ്ത്ര ഗവേഷണത്തിൽ മുഴുകിയിരിക്കും. അതിനെല്ലാം മറുപുറമെന്നാണോ അങ്ങ് കൊട്ടാരത്തിലേക്ക് വന്നതു മുതൽ ഇവിടെ വന്ന് ഇങ്ങനെ തനിച്ചുപവിഷ്ടനായി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വേറെ ഒന്നുമില്ലായിരുന്നതി. നാളെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിന് നല്ല നാൾ കുറിച്ചു കൊടുത്തു വന്നിരിക്കുകയാണ്. ആ കാര്യത്തെപ്പറ്റിയാണ്. എന്ത്? നമ്മുടെ രാമന് നാളെ പട്ടാഭിഷേകമോ? അതെ. നല്ല കാര്യത്തിനല്ലേ നാള് കുറിച്ചു കൊടുത്തിരിക്കുന്നേ. അതിനെപ്പറ്റി എന്തിനാ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? അരുന്ധതി, രാമൻ അഖില ലോകങ്ങൾക്കും രാജാവായി തീരേണ്ടവനാണ്. അവനെ അയോധ്യ എന്ന ഒരു വട്ടത്തിനുള്ളിൽ ഒതുക്കി നിർത്താൻ ദശരഥൻ നല്ല നാൾ ചോദിച്ചത്. രാമനെപ്പറ്റി സമഗ്രമായ ചിന്തയിലാണ്ടിരുന്ന ഞാൻ അവൻ്റെ പേര് പ്രപഞ്ചമെങ്ങും വ്യാപിക്കുന്നതിന് കുറിച്ച നാള് മുഹൂർത്തനാളായി പ്രഖ്യാപിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നാളത്തെ പട്ടാഭിഷേകം ഭംഗിയായി തന്നെ നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ നോക്ക്, അങ്ങയുടെ വാക്ക് ബ്രഹ്മവാക്കാണെന്നാണ് അറിയപ്പെടുന്നത്. അതൊരിക്കലും വെറുമ്പാക്കാവില്ല. നാളെ നമ്മുടെ രാമന്റെ പട്ടാഭിഷേകമാണ്. ഗുരുദേവനും മാതാവ് അരുന്ധതി ദേവിക്കും ഞങ്ങളുടെ അനന്തകോടി പ്രണാമങ്ങൾ. കോസലകുമാരനും ഗുണവതി വൈദേഹിയും ദീർഘായുസായി വാഴട്ടെ. എന്റെ അരുമയായ പുത്രൻ രാമനും സുന്ദരിയായ മകൾ ജാനകിക്കും എന്റെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകും. സീത, രാമ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? മാതാവായ അരുന്ധതി ദേവിയുടെ അനുഗ്രഹമുള്ളിടത്തോളം കാലം ഞങ്ങളുടെ ക്ഷേമത്തിന് കുറവുണ്ടാകുമോ? സുഖമായി തന്നെ ഇരിക്കുന്നു. രാമ, നാളെ നിന്റെ പട്ടാഭിഷേകമാണ്. മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ട സമയമാണിത്. ഈ നേരത്ത് സീതാരാമനായി ഇവിടെ വരാനുള്ള കാരണം? ആചാര്യ ഭഗവാനെ, എന്റെ പിതാവിനെ ഭരണമേൽപ്പിച്ചാലും അത് നിർവഹിക്കാൻ ആവശ്യമുള്ള പരമമായ അറിവുകളും മറ്റെല്ലാ വിദ്യകളും അങ്ങ് തന്നെയല്ലേ പഠിപ്പിച്ചത്? ആ പഠനകാലങ്ങളിൽ ഞങ്ങളെ സ്വന്തം മാതാവിനെപ്പോലെ പോറ്റി വളർത്തിയത് ഞങ്ങളുടെ അരുന്ധതി ദേവിയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ അനുഗ്രഹാശസ്സുകൾ കൈക്കൊള്ളുവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഗുരുദേവ, നാളെ ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയ ജീവിതത്തിന്റെ വിജയത്തിനായി അങ്ങയുടെ സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ ഇരുവരോടുമായി പ്രാർത്ഥനയോടെ അഭ്യർത്ഥിക്കുകയാണ്. രാമ, നിന്റെ ഗുരുദേവന്റെ കൃപയോടെ സീതാരാമ സമേതരായി നാളെ ആരംഭിക്കാൻ പോകുന്ന രാജ്യപരിപാലനം നന്നായി നടക്കുവാൻ എൻ്റെ അഭിനന്ദനങ്ങൾ. ലോകമെമ്പാടും നിങ്ങളെ ആഘോഷമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമ, അയോധ്യയിലുള്ള പ്രജകളെല്ലാം ആഗ്രഹിക്കുന്നത് നിന്റെ രാജ്യപരിപാലനം മാത്രമാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് രാമരാജ്യം ഈ ഉലകമെങ്ങും കിടപിടിച്ചു നിൽക്കണം. യുഗയുഗാന്തരങ്ങളായി അതിൻ്റെ പ്രശസ്തി അങ്ങനെ തന്നെ നിലനിൽക്കണം. നാരായണ നാരായണ നാരായണ
നാരായണ. എന്താ ഇത്? ആരാ അത്? ആരാ? നാരായണ. മതി നാരായണ, നിന്റെ നാരായണ മന്ത്രത്തെ നിർത്തൂ. ശ്രീമാൻ, നാരായണ തിരുനാമം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അങ്ങ് ആരാണ്? എന്താ നാരദ, അഭിനയിക്കുകയാണോ? എന്നെ തനിക്ക് അറിയില്ലേ? താങ്കൾ ആരാണെന്നറിയില്ല, പക്ഷേ ഈ ശബ്ദം എവിടെയോ കേട്ടതായി എനിക്ക് ഓർമ്മ വരുന്നു. എന്റെ ശബ്ദം കേൾക്കാത്ത ഇടം തന്നെയില്ല. എണ്ണമറ്റുരുണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളിലും എന്റെ ശബ്ദം മുന്നിട്ട് നിൽക്കും. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടകളാണെങ്കിലും ശരി, പനയോലമേഞ്ഞ കൂരകളാണെങ്കിലും ശരി, എന്റെ ശബ്ദപ്രകമ്പനം ഇടതടവില്ലാതെ പോകും വരും. താങ്കളുടെ ഈ ജീവിതം പോലും എന്റെ അഭിപ്രായമനുസരിച്ചേ നടക്കൂ. നാരായണ. നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാരായണ നാരായണ എന്ന ആ മന്ത്രത്തെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയല്ലേ നാരായണ. അദ്ദേഹം പോലും എന്റെ കൽപ്പന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. നാരായണ. ആഹാ, ഇത്രയും മഹാത്മ്യമുള്ള ഒരു പിറവിയെ എനിക്ക് കാണാൻ സാധിച്ചു തന്നെ മഹാപുണ്യം. ശ്രീമാൻ, അങ്ങ് ആരാണെന്ന് അടിയനെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അറിഞ്ഞുകൊള്ളൂ നാരദ. ഭക്തി, നീതി, സത്യസന്ധത, ആഗ്രഹം, അത്യാഗ്രഹം, വഞ്ചന എന്നീ ഉപനിമിഷങ്ങളെയെല്ലാം ഒന്നാക്കി കോടാനുകോടി കാലങ്ങളായി ഈ ഗ്രഹങ്ങളെയെല്ലാം ഭരിക്കുന്ന രാജാവാണ് ഞാൻ. എന്റെ യഥാർത്ഥ പേര് ലോകത്തിനറിയില്ല. അത് ഞാൻ പുറത്തു പറയാനും പാടില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈശ്വരന്റെ വരെ തലവര മാറ്റുന്ന വിധി എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്ത് വിധിയോ? താങ്കളോ? നാരായണ. നാരായണ. എന്തിനാ ചിരിക്കുന്നത്? നാരായണ, ഗ്രഹങ്ങളെ അമ്മാനമാടാൻ കഴിയുന്ന വിധിയാണെങ്കിൽ അങ്ങ് സർവശക്തനായിരിക്കുമല്ലോ. എല്ലാ കലകൾക്കും ഐശ്വര്യങ്ങൾക്കും അധിപനായി ശോഭിക്കുന്നവനായിരിക്കും. പക്ഷെ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനായിട്ടാണ് തോന്നുന്നത്. താങ്കളാണ് വിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നാരായണ. നാരദ, എന്നെ കണ്ടാൽ ഭ്രാന്തനെ പോലെയും തോന്നും, അറിവുള്ളവനെ പോലെയും തോന്നും, നിരീശ്വരവാദിയായും തോന്നും, നാല് ദിക്കും സ്തുതിക്കുന്ന ജ്ഞാനിയായും തോന്നും, വൃദ്ധനായും യുവാവായും മുക്കാലങ്ങളിലും ചുറ്റിത്തിരിയും. ആ, അങ്ങനെയാണോ? സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വിധിയായി വിളയാടും. വേദാന്തങ്ങൾ വിശ്വസിക്കാത്തവർ വിശ്വസിക്കുന്ന രീതിയിൽ സന്ദർഭവും സാഹചര്യവുമായി മാറും. വേദാന്തം, സിദ്ധാന്തം ഇത് രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന വിശ്വാസികൾക്കെല്ലാം ഞാൻ പ്രകൃതിയാണ്. ഓ ശ്രീമാൻ, താങ്കൾ തന്നെയാണ് വിധി എന്നത് സത്യമാണെങ്കിൽ ഞാൻ പാടിയ നാരായണ നാമത്തെ എന്തിനാണ് നിർത്താൻ പറഞ്ഞത്? നാരദ, നാരായണ നാമത്തെ ഞാൻ വെറുക്കുന്നില്ല. ഭക്തിയെ ഉപയോഗിച്ച് വിധിയെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നില്ലേ? ആ കരുത്തിനെയാണ് ഞാൻ എതിർക്കുന്നത്. മനസ്സിനെ നയിച്ചുകൊണ്ട് മനുഷ്യന് ശക്തി നൽകുന്നത് ഈ ഞാൻ തന്നെയല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭക്തി കൊണ്ട് എന്നെ എങ്ങനെ ഭയപ്പെടുത്താൻ സാധിക്കും? അത് ശരി. അതിരിക്കട്ടെ, ഇപ്പോൾ താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അയോധ്യ വരെ പോകുകയാണ്. നാളെ അവിടെ ദശരഥകുമാരൻ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. ഓ, താങ്കൾ ആ ചടങ്ങ് കാണാൻ പോവുകയാണല്ലേ? അല്ല, അവിടെ വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വേറെ ചില കാര്യങ്ങളോ? നാരായണ, അതെന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. അത് ദേവരഹസ്യമാണ്, പുറത്തങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ആ കാര്യങ്ങൾക്ക് താങ്കളും കൂടെ എന്റെ ഒപ്പം നിന്നുകൊണ്ട് ചില സഹായങ്ങൾ ചെയ്തു തരേണ്ടി വരും. സഹായമോ? ഞാനോ? നാരായണ, ഞാൻ കാത്തിരിക്കുകയാണ്. എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ഇങ്ങോട്ട് വരൂ. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ രാമന്റെ അവതാര ലക്ഷ്യവും നിറവേറും, പ്രജകളും അഭിവൃദ്ധി നേടും. നാരദരെ, ഇത് താങ്കൾ ചെയ്യുമോ? നാരായണ, പാലാഴിയിൽ നിന്നും കടഞ്ഞെടുത്ത അമൃത് കാണിച്ചുകൊണ്ട് അല്പം സേവിക്കുന്നോന്ന് ചോദിക്കുമ്പോ പുലർകാലം മുതലേ ഒരു കലഹത്തിനുള്ള വഴി കിട്ടുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ വിധി തന്നെ നേരിട്ട് വന്ന് വലിയൊരു വഴി തുറന്നു തന്നു. ഇപ്പൊ തന്നെ പുറപ്പെടാം. മതിയല്ലോ? പോയി വരൂ. നാരായണ, നാരായണ, നാരായണ. ഒരു നല്ല കാര്യത്തിനു വേണ്ടി നാരദനെ പറഞ്ഞയച്ചു. ഞാനും അയോധ്യയിലേക്ക് പോകാം. അവിടെ പ്രജകളെല്ലാം ആനന്ദലഹരിയിൽ ആറാടുകയായിരിക്കും. നാരായണ, നാരായണ. നാരദ. ദേവേന്ദ്ര. നാരദ മഹാമുനിക്ക് ദേവേന്ദ്രന്റെ പ്രണാമം. ദേവരാജൻ ഇന്ദ്രന് എന്റെയും പ്രണാമം. അതിരിക്കട്ടെ, അങ്ങിപ്പോ എവിടേക്ക് പോവുകയാണ്? നാരദ, അതെന്താ അങ്ങനെ ചോദിച്ചത്?
അങ്ങേക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ? എന്ത് കാര്യം? നാളെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പട്ടാഭിഷേകമാണ്. അതെയോ? അതെ. അതുകൊണ്ടാണ് ആ അവതാരപുരുഷന് അഭിനന്ദനം അറിയിക്കുന്നതിനു വേണ്ടി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ ദേവേന്ദ്ര, രാമൻ അയോധ്യയുടെ ചക്രവർത്തി ആയാൽ പിന്നെ അങ്ങേക്ക് അസുരന്മാരാൽ ഉണ്ടാവുന്ന ക്ലേശങ്ങൾക്ക് അറുതി ഉണ്ടാവുമോ? യാന്ത്രികമായി തീരില്ല. ധനുസ് കയ്യിലേന്തിയിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ എല്ലാം ശരിയാക്കും. എങ്ങനെ? ദേവന്മാരെ ശല്യപ്പെടുത്തിയിരുന്ന ചമ്പകാസുരനെ ദശരഥൻ യുദ്ധം ചെയ്തു പരാജയപ്പെടുത്തിയില്ലേ? അതേപോലെ ഞങ്ങളുടെ ശത്രുക്കളെ ശ്രീരാമൻ യുദ്ധം ചെയ്തു പരാജയപ്പെടുത്തി ഞങ്ങളെയും രക്ഷിക്കുമല്ലോ. ദേവേന്ദ്ര, ചമ്പകാസുരൻ ദേവന്മാരെ മാത്രമല്ല ബുദ്ധിമുട്ടിച്ചത്, ഭൂലോകത്തും നാശം വിതച്ചിരുന്നു. അതുകൊണ്ടാണ് ദശരഥൻ പോരിനിറങ്ങിയത്. എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെയും നിങ്ങൾക്ക് തുണയായിരിക്കുന്ന മുനിവര്യന്മാരെയും മാത്രമല്ലേ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ധരണിയിൽ ആരുടെയും ഭരണം അട്ടിമറിച്ചിട്ടില്ലല്ലോ. അതിനെന്താ ദേവേന്ദ്ര, ഒരുവൻ എത്ര ഭീകരനാണെന്നുണ്ടെങ്കിലും അവരുടെ നീതി അനുസരിച്ച് തെറ്റ് ചെയ്യാത്തവരെ ഒരു നീതിമാനും ശിക്ഷിക്കുകയില്ല. അതെന്താ നാരദ, ഒരുവനെ കള്ളക്കാരണങ്ങൾ ചുമത്തി ശിക്ഷിക്കാൻ കഴിയില്ലേ? ദേവേന്ദ്ര, അങ്ങീ പറഞ്ഞത് പിന്നീട് വരുന്ന കലിയുഗത്തിൽ വേണമെങ്കിൽ സുലഭമായി നടക്കാം. പക്ഷേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ത്രേതായുഗത്തിൽ ഉറപ്പായി നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളായ അസുരന്മാരെ ശ്രീരാമനെ കൊണ്ട് നശിപ്പിക്കുന്നതെങ്ങനെ? അത് പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഓടി വന്നത്. ദേവേന്ദ്ര, ഒന്നിങ്ങി വരൂ. ഇങ്ങനെ ചെയ്താൽ അമരന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന അസുരന്മാരെ വേരോടെ പിഴുതെറിയാം. ശരി, അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം. അനുഗ്രഹിച്ചാലും. മംഗളം ഭവിക്കട്ടെ. വിജയിച്ച് തിരിച്ചു വരൂ. നാരായണ, വിധി എന്നെ പ്രേരിപ്പിച്ചു, ഞാൻ ദേവേന്ദ്രനെ പ്രേരിപ്പിച്ചു. ഇനി നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം. നാരായണ നാരായണ.